വീണ ഒരുക്കപ്പെട്ട സ്ഥലത്ത് എവിടെ വിത്ത് വീഴപ്പെടുന്നോ അവിടെയെല്ലാം 100 മേനി ഫലത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരും. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് തരുന്നു. അത് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുനരുത്ഥാനത്തിൻ്റെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും തന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്ന് പറയുന്നത്, ദൈവം തന്ന പരിശുദ്ധാത്മാവ് ദൈവവുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നത്. ഈ ജീവനെ നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, ഈ ജീവനെ നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരു ബ്ലെസ്സിങ്ങിൽ നമ്മൾ വരത്തില്ല, ഒരു അനുഗ്രഹത്തിൽ നമ്മൾ എത്തിച്ചേരത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്, അതല്ല ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് ദൈവികമായി പറയുമ്പോൾ ദൈവിക അഭിഷേകം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം. ജയം തരുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയാതെ പോകുമ്പോൾ, ദാവീദ് പറയുന്നു 23 സങ്കീർത്തനത്തിൽ പറയാം, കുരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം അവൻ എണ്ണ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഓയിൽ, എണ്ണ കൊണ്ട് എന്നെ അവൻ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് പുതിയ നിയമത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ജലത്തെ കാണിക്കുന്നു, എണ്ണയെ കാണിക്കുന്നു. ദൈവികമായ ഒരു അഭിഷേകത്തിൻ്റെ നിറവ് ഒരു വ്യക്തി ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് അത്ഭുതങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ മാറ്റുന്നത്. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഈ നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാതെ പോകുമ്പോൾ, നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിനെ തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയാൻ നമ്മൾ നൈജീരിയയ്ക്ക് പോകും, അവിടുന്ന് അഭിഷേകം മേടിക്കാൻ, അല്ലെ തമിഴ്നാട്ടിൽ പോവും അഭിഷേകം മേടിക്കാൻ. കാരണം നമ്മുടെ മേലിരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളിൽ വ്യത്യാസങ്ങൾ വരും. ഇന്ന് ഈ പകലിലറിയണം, നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ നിറവിനകത്ത് ഒരു വ്യക്തി, അതായത് ദൈവവുമായിട്ടുള്ള റിലേഷനകത്ത് ദൈവികമായ അഭിഷേകത്തിൻ്റെ നിറവ് ഒരു ഭവനത്തിനകത്ത് വെളിപ്പെട്ടാൽ, ആ നദിക്കകത്ത് അത് ഒഴുകാൻ തുടങ്ങിയാൽ ആ ഭവനം വിടുവിക്കപ്പെടാൻ തുടങ്ങും. അഭിഷേകത്തിൻ്റെ നിറവ് അത് എവിടെ വെളിപ്പെടുന്നോ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പത്രോസിൻ്റെ മേൽ, അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പത്രോസ് അപ്പോസ്തലന്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം, അത് അഭിഷേകത്തിൻ്റെ തൈലം പകരപ്പെടുന്നതിന് മുമ്പ് പത്രോസിനെ കാണുമ്പോൾ പത്രോസ് സാധാരണക്കാരനായിരുന്നു. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ പത്രോസ് ഒരു മത്സ്യത്തെ മീൻപിടുത്തക്കാരനായിരുന്നു. എന്നാൽ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് വന്നപ്പോൾ പത്രോസിനെ ദൈവം അപ്പോസ്തലനാക്കി മാറ്റിയപ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിനകത്ത് പത്രോസ് വന്ന സാധാരണക്കാരനായ പത്രോസിനെ ദൈവം അസാധാരണയിലേക്ക് മാറ്റി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവനെ ദൈവം അദൃശ്യ ദൈവത്തിൻ്റെ കരത്താൽ, അവനെ അദൃശ്യനായ ദൈവത്തിൻ്റെ കരത്താൽ അവനെ ഒരു അത്ഭുതമാക്കി ദൈവം തമ്പുരാൻ മാറ്റുന്ന പോലെ തന്നെ ഇന്ന് പകലിൽ അഭിഷേകത്തിൻ്റെ ഒരു നിറവ് വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സദൃശ്യവാക്യം അതിൻ്റെ 21 അധ്യായത്തിൻ്റെ 20 വാക്യം പറയുന്നു. സദൃശ്യവാക്യം 21 അധ്യായം അതിൻ്റെ 20 വാക്യം പറയുന്നു, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്, അവയെ ദുർവ്യയം ചെയ്ത് കളയുന്നു. ഇവിടെ പറയുന്ന ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ തൈലമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകരപ്പെട്ട ഈ തൈലത്തെ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? സ്വർഗത്തിൽ നിന്ന് പകരപ്പെട്ട ആ തൈലത്തെ, ആ നിറവിനെ അറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എന്നിട്ട് പറയുന്നു, വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്, മൂഢനോ അവയെ ദുർവ്യയം ചെയ്ത് കളയുന്നു. പകരപ്പെട്ടതിനെ എന്ത് ചെയ്യുന്നില്ല? പകരപ്പെട്ട അഭിഷേകത്തെ ആര് തിരിച്ചറിയുന്നില്ല?
മൂഢൻ അറിയുന്നില്ല. ഇവിടെ പറയുക, മൂഢൻ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പകരപ്പെട്ട ദൈവശക്തിയെ, പകരപ്പെട്ട അഭിഷേകത്തെ, പകരപ്പെട്ട നിറവിനെ എന്തറിയുന്നില്ല. അതുകൊണ്ട് അവൻ എന്നെ എടുക്കും, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് കുട്ടിപ്പാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു അഭിഷേകത്തിൻ്റെ നിറവിലോ ഒരു അത്ഭുതത്തിലേക്കോ ആരും മാറുന്നില്ല. വ്യക്തി മാറത്തില്ല. മാറണം എന്ന് വരികിൽ അവൻ്റെ മേൽ പകരപ്പെട്ട ആ കൃപയെ അവൻ തിരിച്ചറിയണം. അവൻ്റെ മേൽ പകരപ്പെട്ട ആ ഓയിലിനെ, അതിൻ്റെ തേളിനെ അല്ലെങ്കിൽ എണ്ണയെ അവൻ തിരിച്ചറിയണം. അവൻ്റെ മേൽ പകരപ്പെട്ട, ആരാൽ പകരപ്പെട്ടത്? ദൈവത്താൽ. ഇവിടെ പറയും, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. മൂഢനോ മൂഢനത് തിരിച്ചറിയുന്നില്ല. ഒന്ന് ശൗമേലിലേക്ക് വന്നേ, ഇതിനെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടുവരാം. ഒന്ന് ശൗമേൽ 16 അധ്യായം 1 വാക്യം ഒന്ന് എടുത്തേ. അനന്തരം യഹോവ ശൗമേലിനോട്, രാജസ്ഥാനത്ത് ഞാൻ ശൗലിനെ തള്ളി എറിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്നാ പറയുന്നേ? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബത്ലഹേമിനായ ഇശ്ശായിയുടെ അടുക്കലേക്കും അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവം ഒരുത്തൻ നിങ്ങളുടെ അകത്തും ചിന്തിച്ചു വളരെ വേഗത്തിൽ കടന്നു വരും. ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവരെ എന്ത് ചെയ്യും? ദൈവം അവരെ അഭിഷേകത്തിൻ്റെ നിറവിൽ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇശായിയുടെ മകൻ, വിശദീകരിക്കാൻ സമയത്തിന് കുറവാണ്. ഇശായിയുടെ മകൻ എന്തിലേ നിൽക്കുന്നു? അവൻ മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്ന, അവനൊരു സാധാരണക്കാരനാണ്. ഇവനിൽ ആരെ കണ്ടു? ദൈവം രാജാവിനെ കണ്ടു. ഈ രാജാവിനെ കണ്ടതുകൊണ്ട് ഇവിടെ പറയുന്നു, നീ അവന് ചെന്ന് എന്ത് ചെയ്യണം? തൈലക്കൊമ്പിൽ എന്ത് ഇറക്കാൻ പറഞ്ഞു? തൈലം നിറയ്ക്കണമെന്ന് പറഞ്ഞു, എണ്ണ നിറയ്ക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടി? ഇവരെ അഭിഷേകം ചെയ്യണം. ആരായി? ദൈവം കണ്ടതുകൊണ്ട്, രാജാവായി ദൈവം കണ്ടുകൊണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിന്റെ 13 വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. അഭിഷേകത്തെ തിരിച്ചറിഞ്ഞോണം. ദൈവം എന്ത് കണ്ടു? ദൈവം ദാവീദിൽ രാജാവിനെ കണ്ടു. ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ആരായി കണ്ടതാ? രാജാവായി കണ്ടതാ. ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം പകരുമ്പോൾ അവരെ ആരായെങ്കിലും ദൈവം കണ്ടിട്ടുണ്ട്. കണ്ടവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പം നമ്മുടെ മേലുള്ള, അതുകൊണ്ട് പത്രോസ് പറയാം, നമ്മുടെ വിളിയെ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്തോണം? നമ്മൾ ഉറപ്പിച്ചോണം. ദൈവം നമ്മളെ കൊണ്ടൊരു പ്രത്യാശ വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ഏലിയാവിനോട് പറയുന്നു, നീ എലീശായെ പോയി വിളിക്കണം. എന്തിന്? നിന്റെ പകരമായി. അപ്പൊ ദൈവം ആരെ അഭിഷേകം ചെയ്തു? ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പ്രവാചകൻ മുഖാന്തരം അഭിഷേകം ചെയ്തു. ഇവിടെ പറയുന്നു, അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ആരുടെ മേൽ വന്നു? ദാവീദിന്റെ മേൽ. നടത്തിപ്പ് അല്ലെങ്കിൽ ബലം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ഈ ആത്മാവ് ആരുടെ മേൽ വന്നു കഴിഞ്ഞു? ദാവീദിന്റെ മേൽ വന്ന് കഴിഞ്ഞിരിക്കുക. ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ ഇന്ന് പകൽ നിറഞ്ഞു അത്ഭുതം ഉണ്ടാവും. ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ചില അത്ഭുതകരമായ വിടുതലുകൾ നടക്കും. ആത്മാവിന്റെ നിറവ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ 4 അധ്യായത്തിനകത്ത് വരുമ്പോൾ പെട്ടെന്ന് എടുത്തു 6 വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായം അതിന്റെ 6 വാക്യം പറയുന്നു, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൻ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത് ഇവിടെ അങ്ങ് നോക്കിക്കോണം. ഇത് പറയുമ്പോ ഏലീശ എന്ന് പറയുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യനായിരുന്നു. ആണോ അല്ലയോ? അതെ. ഏലിയാവിന്റെ അരികിൽ വരുമ്പോ, പ്രവാചക ശിഷ്യത്തിലേക്ക് വരുമ്പോ
കണ്ടത്തിൽ കാളയുടെ കൂടെ ഉഴുതുകൊണ്ടിരുന്ന എലീശായെ ആരാൽ വിളിക്കപ്പെടുന്നു? ദൈവത്താൽ ഏലിയാവ് മുഖാന്തരം വിളിക്കപ്പെടുന്നു. വിളിക്കപ്പെട്ടവനെ ഒരു അഭിഷേകത്തിന്റെ നിറവിലേക്ക് വന്നു. ഏലിയാവിന്റെ മേൽ നിന്ന് പകരപ്പെട്ട അതേ പുതപ്പിനെ എലീശായുടെ മേൽ പകരപ്പെട്ടപ്പോൾ എലീശായിൽ നിന്ന് അഭിഷേകം ഒഴുകുവാൻ തുടങ്ങി. നിങ്ങളുടെ മേൽ എത്ര പേര് വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദൈവശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിയണം. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അഭിഷേകത്തിന്റെ നിറവ് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ചില അത്ഭുതങ്ങളുടെ വാതിലുകളെ ദൈവം തമ്പുരാൻ തുറക്കുവാനാ. പത്രോസിന്റെ മേൽ അഭിഷേകം പറഞ്ഞപ്പോ പത്രോസ് അഭിഷേകത്തിന്റെ നിറവിൽ അത്ഭുതങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ദൈവസഭയ്ക്കകത്തിരുന്ന് ആടിത്തൂങ്ങി പോകുവാൻ വേണ്ടിയില്ല. അഭിഷേകത്തിന്റെ നിറവിനകത്തുനിന്ന് രാജ്യത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്ന നോക്കി അവൻ അരികിൽ വരുന്ന അവളോട് പറയുക, നീ പാത്രങ്ങളിലേക്ക് എണ്ണ പകർന്നുകൊള്ളുക എന്ന് പറയുമ്പോൾ അഭിഷേകമുള്ളവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ഒരു സൃഷ്ടാവിന്റെ ആത്മാവ് നിന്റെ മേൽ പകരപ്പെടുന്നത് ഒരു സാധാരണക്കാരനായിരിക്കാനല്ല, ഒരു അസാധാരണമായി ചെയ്യുവാനോ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരു അസാധാരണ പ്രവൃത്തിയിലേക്ക് ആത്മാവ് എന്നെ വിളിച്ചെന്ന് വിശ്വസിക്കുന്നു മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. അഭിഷേകത്തിന്റെ നിറവ് ആത്മാവ് എന്റെ മേൽ പകരുന്നത് ഒരു സാധാരണക്കാരനായി ഇരിപ്പാനല്ല, ദൈവ കൃപയ്ക്കകത്ത് നിൽപ്പാൻ, ദൈവികമായ അത്ഭുതങ്ങൾ കൈവാൻ. യേശു തന്നെ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം നിങ്ങളെ കൊണ്ട് ചെയ്യുക. ഇന്ന് പകലറിയണം, ആ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തിന്റെ നിറവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് തിരിച്ചറി. അഭിഷേകത്തിന്റെ നിറവഞ്ഞ നിന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ അവൻ പകരും. അതിന്മേൽ പകരപ്പെട്ട ആ ദൈവ തേജസ് നിന്റെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുക. ദാഹിക്കുന്നവരൊക്കെ എന്റെ അരികിൽ വന്ന് കുടിക്കട്ടെ എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ വിശ്വസിക്കുന്ന അകത്തുനിന്ന് നീരുറവ ഒഴുകി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ ആത്മാവിന്റെ നിറവിനകത്ത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന് 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുക, യാഗപീഠത്തിലെ തീ കെട്ടുപോകല്ലേ. പകരപ്പെട്ട അഭിഷേകമേ നഷ്ടപ്പെട്ടു പോകരുത്. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അത് കത്തിക്കൊണ്ടിരിക്കണം. അത് യേശു പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാകണം. എപ്പോഴും നിങ്ങൾ സ്തോത്രം ചെയ്യുന്നവരാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ അകത്ത് തന്ന ദൈവത്തിന് നെരിപ്പോട് കത്തുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവിന്റെ നിറവിനകത്തറിയണം. ഇന്ന് ഒരുവന്റെ മേൽ ആത്മാവിന്റെ ശക്തിയെ പകർന്നാൽ ദാവീദിന്റെ മേൽ പകർന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ ഈ മതിൽ ചാടി കടക്കുക തന്നെ ചെയ്യാം. ദാവീദ് വീണ്ടും വിളിച്ചു പറയാ, ഒരു താഴ്വരെ കൂടി നടന്നാൽ എനിക്കൊരു അനർത്ഥവും വരത്തില്ല. കാരണം എന്നെ അഭിഷേകം ചെയ്തവൻ, എന്നെ അഭിഷേകം ചെയ്തവൻ, എന്റെ മേൽ അഭിഷേകം പകർന്നത് ഒരു സാധാരണ മനുഷ്യന്റെ കൈവപ്പല്ല. സ്വർഗത്തിന്റെ ജീവൻ എന്റെ മേലുണ്ട്, സ്വർഗത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. ഒരു രോഗത്തിന് എന്നെ കീഴടക്കാൻ പറ്റത്തില്ല, പിശാചിന് എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല, കാരാഗ്രഹത്തിന് എന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. എന്റെ മേൽ തരുന്ന സ്വർഗത്തിന്റെ അഭിഷേകം വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യ്. എന്റെ ഭാവിയെ അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. അവന്റെ അഭിഷേകത്തിനകത്ത് ഒരു മന്ത്രവാദിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു ആഭിചാരക്കാരനെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുക, നീ കടന്നു ചെല്ലുന്നിടത്ത് ആഭിചാരക്കാരന്റെ ബന്ധനം അഴിക്കത്തക്ക രീതി ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. മന്ത്രവാദിയുടെ കെട്ടുകൾ അഴിയപ്പെടുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. താളിയോലയിൽ എഴുതി വെച്ചതിന് ചരിത്രം മാറ്റുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ സഭാഹോൾ മുഴുവൻ ആത്മാവിന്റെ സാന്നിധ്യത്തെ നിറയട്ടെ. കത്തട്ടെ ആത്മാവിന, കത്തട്ടെ ആത്മാവിന. ഇന്ന് ആത്മാവ് കെട്ടുപോകല്ല, ആത്മാവ് കെട്ടുപോകല്ല. നിന്റെ തലമുറയ്ക്കകത്ത് വ്യാപരിക്കുക, നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുക, നിന്റെ ബിസിനസ്സിൽ അത് വ്യാപരിക്കുക, നീ ചെയ്ത പ്രവൃത്തിയിൽ അത് വ്യാപരിക്കുക, നിന്റെ നടപ്പിൽ അത് വ്യാപരിക്കുക, നിന്റെ കൃഷിയിടത്തിൽ അത് വ്യാപരിക്കുക. ഇന്ന് പകൽ നിന്റെ തൊട്ടിയിലെ മാവ് കുറഞ്ഞു പോകാതിരിക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാണ്.
ഓ ഇന്ന് പകൽക്കാലം എന്നെ ബലത്തോടെ നിർത്തുന്നത്, എന്നെ ബലത്തോടെ നിർത്തുന്നത് അഭിഷേകത്തിന്റെ ശക്തിയെന്ന്. ഓ എന്റെ ജ്ഞാനമല്ല, സ്വർഗത്തിന്റെ കൃപയാ, സ്വർഗത്തിന്റെ കൃപയാ, സ്വർഗത്തിന്റെ കൃപയാ, സ്വർഗത്തിന്റെ കൃപയാ. ഓ മരുഭൂമിയിൽ ഇരുന്നവനെ രാജാവാക്കിയത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. മരുഭൂമിയിൽ ഇരുന്നവനെ രാജാവാക്കിയത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഓ ഇന്ന് മത്സ്യത്തെ പിടിച്ചവനെ അപ്പോസ്തലനാക്കി മാറ്റിയത് അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഇന്ന് പകൽ നേരിപ്പോടെ കെട്ടുപോകാതെ അത് ആത്മാവിന്റെ നിറവിനകത്ത് ഓ കത്തി ഇറങ്ങുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഓ നീ നടക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാം, നിന്റെ നിഴൽ തട്ടുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാം. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകമുള്ളവന് വേണ്ടി സ്വർഗം കരുതിക്കൊണ്ടേയിരിക്കും. ഓ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു, ഓ എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഇരിക്കുന്നു? അതുകൊണ്ട് വിളിച്ചു പറയുന്നു, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപമുണ്ട്. ഓ ഇന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ ഒരു വിലയേറിയ നിക്ഷേപമുണ്ട്, തൈലമുണ്ട്. ഹല്ലേലൂയ, അഭിഷേകമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മൂഢനായിരിക്കുന്നവൻ ആരാധിക്കത്തില്ല, മൂഢനായിരിക്കുന്നവൻ കണ്ട് കേട്ടും മടുത്തു പോകും. ആമേ, മൂഢനായിരിക്കുന്നവൻ കുറച്ചു നാൾ സഭയ്ക്കകത്തൊന്ന് വട്ടം കറങ്ങും, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയി വീണ്ടും വട്ടം കറങ്ങും. ഇവിടെ വല്ലതും ഉണ്ടോ ബ്രദറെ എടുക്കാൻ, അടുത്തടുത്തോട്ട് പോകും. ആമേ, അവൻ ഓടിക്കൊണ്ടിരിക്കും, ഓടി ഓടി അവന്റെ കാല് തളർന്ന് അവൻ മുട്ടിന് വീരും വെച്ച് അവൻ ആശുപത്രി കിടന്നാൽ അഭിഷേകത്തിന്റെ നിറവുള്ളവൻ ദിനം ദിനം അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. ദിനം ദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അവന്റെ ബൗണ്ടറിയെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക, അവന്റെ സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. അവന്റെ തലമുറ താവേ ഒലിവ് തൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും. ഓ അവന്റെ തലമുറകൾ അനുഗ്രഹത്തിലേക്ക്, അവനൊരു അനുഗ്രഹത്തിലേക്ക് മാറും. കാരണം എന്താ, അഭിഷേകത്തിന്റെ നിറവ്, അഭിഷേകത്തിന്റെ നിറവുണ്ട്. അഭിഷേകമില്ലാത്ത മൂടനെ കുറിച്ച് ബൈബിൾ പറയുക, മൂടനോ അവർ ദുർവ്യായം ചെയ്യുക. മൂടൻ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, വീട്ടിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവദാസന്മാരുടെ കുറ്റം പറയും, ദൈവസഭയുടെ കുറ്റം പറയും, പറഞ്ഞു 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 ഇങ്ങനെ നടക്കും. ആയുസ് മുഴുവൻ അങ്ങനെ പറയും. എന്നാ പറയാതെ ചിലർ ഇരിക്കും കേട്ടോ, അഭിഷേകത്തിന്റെ നിറവുള്ളവരിക്കും. അവരുടെ തലമുറകൾ അനുഗ്രഹത്തിലേക്ക് പോകും. അവരുടെ തലമുറകൾ ദേശത്ത് നിന്ദിക്കപ്പെടാതെ, അവരുടെ തലമുറകൾ ദേശത്ത് ഓ അത്ഭുതങ്ങൾ കാണുന്നവർക്കായി, ഓ അത്ഭുതങ്ങൾ കാണുന്നവർക്കായി, ഓ അത്ഭുതങ്ങൾ കാണുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അഭിഷേകം നിന്റെ മേലുണ്ടോ? അഭിഷേകം നിന്റെ മേലുണ്ടോ? അത് ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. അഭിഷേകം നിന്റെ മേലുണ്ടോ? അബ്രഹാമേ, അഭിഷേകം നിന്റെ മേലുണ്ടോ? നിന്റെ തലമുറയുടെ മേൽ വരുന്നത്, അത് നിന്റെ തലമുറയുടെ മേൽ വരിക, അത് നിന്റെ തലമുറയുടെ മേൽ വരിക. അഭിഷേകം നിന്റെ മേലുണ്ടോ? അത് നിന്റെ ഉണ്ടോ? ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞോളൂ, അഭിഷേകം നിന്റെ മേലുണ്ടോ? അതിന്റെ തലമുറയ്ക്കകത്തുണ്ടോ? ഇന്ന് പകലിൽ അവൻ ലോകം നീ പരാജയമെന്ന് പറഞ്ഞാൽ സ്വർഗം പറയുന്നു നീ ജയമാണ്. സ്വർഗം പറയും നീ ജയമാണ്, നിന്റെ തലമുറ ജയമാണ്, നിന്റെ ഭവന ജയമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ആരാ പറഞ്ഞ ബന്ധനമുണ്ടെന്ന്? ആരാ പറഞ്ഞ ബന്ധനമുണ്ടെന്ന്? ബന്ധനത്തെ അഴിക്കുന്ന അഭിഷേകമാണ് ദൈവം എന്റെ മേൽ പകർന്നത്. ഓ ഇന്ന് പകൽ കരടി വരട്ടെ, സിംഹം വരട്ടെ, അഭിഷേകമുള്ളവൻ അതിനെ കീറി മാറ്റും. അഭിഷേകമുള്ളവൻ സിംഹത്തിന്റെ കുഴി കളഞ്ഞാൽ അവിടെ വിടുവിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരും. അഭിഷേകമുള്ളവൻ തീക്കാത്തു പോയാൽ വെന്തുപോകത്തില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, അഭിഷേകം എന്റെ സമ്പത്ത്, അഭിഷേകം എന്റെ സമ്പത്താണ്, അത് ഒഴുകുന്ന അഭിഷേകമാണ്. നാമത്തെ എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അഭിഷേകത്തിന്റെ നിറവ് ഒരു വ്യക്തി ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ആമേൻ, ഇന്ന് പകൽക്കാലം അഭിഷേകത്തെ അറിയാതെ പോയാൽ, ആമേൻ, അഭിഷേകത്തെ അറിയാതെ പോയാൽ നീ എന്നും ഇങ്ങനെ ഇരിക്കും, എന്നും ഇങ്ങനെ ഇരിക്കും. ഓ ഇന്ന് പകൽക്കാലം പറയാം, ഇങ്ങനെ താമേ ഇങ്ങനെ മാറി മാറി ഒഴുകിക്കൊണ്ടിരിക്കും, പ്രയോജനം ഉണ്ടാകത്തില്ല.
അഭിഷേകമുള്ളവൻ തിരിച്ചറിയണം കേട്ടോ. അഭിഷേകമുള്ളവന്റെ കൂടെ നിന്നാ, ഏലിയാവിനെ പോലെ അഭിഷേകമുള്ളവന്റെ കൂടെ നിന്നാ നീ ഒരു അഭിഷേകത്തിലേക്ക് വരും. ആമേ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവന്റെ കൂടെ ഇരുന്ന നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. അഭിഷേകത്തിന്റെ നിറവിനകത്ത് നിന്നാ ഇന്ന് പകൽക്കാലം വരെ കായ്ക്കാത്ത ചിലതൊക്കെ കായ്ച്ചു തുടങ്ങും. ആമേ, ആത്മാവിനകത്തൊരു ദൂത് പറയാ, ഇന്നലെ വരെ ഫലം തരാതിരുന്നു ചില ഫലത്തിലേക്ക് വരാൻ തുടങ്ങിയ, ഇന്നലെ വരെ വെളിപ്പെടാതിരുന്നത് ആത്മാവിനകത്ത് ചിലത് വെളിപ്പെടുവാൻ തുടങ്ങുക. ഇന്നലെ വരെ തുറക്കാതിരുന്ന ചില വാതിലുകൾ ദൈവം തമ്മിലെ തുറക്കാൻ തുടങ്ങുക. എന്ന കാരണമെന്നറിയോ? ഇന്നലെ വരെ ശൂന്യമായിരുന്ന ഭരണിയാണെങ്കിൽ അതിനെ സ്വർഗം നിറയ്ക്കാൻ തുടങ്ങുക. അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന് ശക്തിയുണ്ട്. അത് സ്വർഗത്തിന്റെ ശക്തിയാണ്. ആമേൻ. അകത്ത് തിരിച്ചറിയണം ഈ ശക്തി ദൈവം എൻ്റെ മേൽ പകർന്നു. ആമേ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4-7 വാക്യത്തിൽ പറയാം, എങ്കിലും ഈ അത്യന്ത ശക്തി എന്ത് സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ഇരിക്കുന്നു. ഉടച്ച് കളയല്ല കേട്ടോ. ദൈവം മുകളിൽ തന്നിരിക്കുന്ന കൃപ ഇവിടെ പറയുന്നു കേട്ടോ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആമീൻ. പുതിയ നിയമം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ എന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ദാനമായി ലഭിക്കപ്പെടും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ അഭിഷേകം ആമീൻ സ്വർഗം എനിക്ക് ദാനമായി തന്നതാ. ഈ ദാനമായി തന്നപ്പോൾ തിരിച്ചും എടുക്കും. ഇത് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നു എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആമീൻ. ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. ഈ അഭിഷേകം ദൈവം ആര് തന്നതാ? ദൈവം തന്നതാ അല്ലേ? നമ്മുടെ മേൽ തന്നിരിക്കുന്ന അഭിഷേകത്തെ സൂക്ഷിക്കേണ്ട ചുമതല ആരുടേതാ? അല്ലോ ആണേ. നമ്മുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ നിറവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആരാ ലഭിക്കപ്പെട്ടതാ? സ്വർഗത്തിലെ ദൈവത്താൽ. എന്തിനു വേണ്ടി തന്നതാ? ആമീൻ. ദൈവം നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ദൈവം ഇട്ടിട്ടാണ് അഭിഷേകത്തെ തന്നിരിക്കുന്നത്. അഭിഷേകത്തിന്റെ നിറവിലേക്ക് വരുന്നതിന് മുമ്പ് യേശു കർത്താവ് പത്രോസിനോട് പറയുക, പത്രോസേ, നീ ആ മീനെ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. എന്നതാ പറഞ്ഞെന്നറിയോ? നിന്നെ മനുഷ്യനെ പിടിക്കാനുള്ള അഭിഷേകം ഞാൻ പകരാനാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനറിയണം, നിന്റെ മേൽ ഞാൻ എൻ്റെ അഭിഷേകത്തെ പകരുന്നത് നീ മനുഷ്യനെ പിടിക്കുന്ന ഒരഭിഷേകം നിന്റെ മേൽ ഞാൻ ദാനമായി തരാൻ പോകുക. യേശു മുന്നമേ പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് ഇത് ദാനമായി എൻ്റെ മേൽ ലഭിക്കപ്പെടുന്നെങ്കിൽ അത് ദാനമായി എൻ്റെ മേൽ ഇതിന്റെ സ്വന്തമല്ല, അവന്റെ കൃപയൊന്ന് മാത്രമാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മാവിനെ നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടുത്തു കളയും. നിങ്ങൾ അമ്മി അതിനെ അറിയണമെങ്കിൽ ഒന്ന് ശൗമേലിലേക്ക് ഒന്ന് പെട്ടെന്ന് വന്നു. ഒന്ന് ശൗമേലിലേക്ക്, ഒന്ന് ശൗമേലിന്റെ പുസ്തകം 15-ാം അധ്യായം എടുത്തു. 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വെച്ചേ. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ ചെറിയവൻ. ഓർത്തോണേ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് വരയൊക്കെ ഇട്ട് അവിടെ വെച്ചോണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കോണം. ഈ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുമ്പോഴേ, ആമീൻ, കുറ്റം പറഞ്ഞൊക്കെ നടക്കുമ്പോൾ ഓർത്തോണം ദൈവം ചെയ്ത കൃപ എന്നാന്ന്. വീട് മുഴുവൻ കടവും കയറി, മക്കളെ ജോലിയും പോയി, ഒന്നുമല്ലാതൊക്കെ ഇരുന്നൊരവസരത്തിൽ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തുകൊണ്ടാ ഇന്ന് നീ കാറയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നേ. ഓർത്തോണം, ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. നിന്റെ തലമുറയൊക്കെ പല രാജ്യങ്ങളെ കൂടി ചുറ്റി നടക്കുമ്പോൾ ഓർത്തോണം അഭിഷേകത്തിൻ്റെ ശക്തി എന്നായിരുന്നെന്ന്.